ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് റാസൽ കൈമയിലുള്ള ജബൽ ജെയ്സിലാണ്. ഇച്ചായും ഞാനും ഇവാനി മോളും ഇഷാനി മോളും പിന്നെ ഇച്ചാടെ കുറേ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ, ഫാമിലീസും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി 3 വണ്ടിയിലായിട്ടാണ് കേട്ടോ വന്നത്. റൂമിൽ നിന്ന് നൈറ്റ് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. ഹോളിഡേയിലാണ് വന്നത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. എല്ലാ വീഡിയോഗ്രാഫർമാരുടെ കണ്ടിട്ടില്ല, ലൈറ്റും പിടിച്ചിട്ടാണ് പോകുന്നത്. ഇഷാനിക്കുട്ട എന്താ അങ്ങനെ നിൽക്കുന്നത്? ചിക്കന്റെ മണം വരുന്നുണ്ടോ? എല്ലാരോടും ഇവിടെ വീശി അവിടെ വീശി ലാസ്റ്റ് തീ കിട്ടുമോ? ഇവിടെ ഇപ്പം നല്ല തണുപ്പ് സമയമാണ് കേട്ടോ. മാത്രമല്ല ഇത് മലമുകളിലായതുകൊണ്ട് കുറച്ചും കൂടെ തണുപ്പ് കൂടും. അതാണ് ഞങ്ങൾ എല്ലാവരും ഈ ഒരു സെറ്റപ്പ് ഇരിക്കുന്നത്. മത്സരിച്ചുള്ള കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഈ സമയത്ത് തന്നെ വന്നായിരുന്നു കേട്ടോ, ഡിസംബറിൽ. അന്നും ഇതുപോലെ തണുപ്പായിരുന്നു, പക്ഷേ ഇതിലും തണുപ്പായിരുന്നു. കാര്യം അന്ന് നല്ല മഴയും പെയ്ത് കാറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം പിന്നെ ആ മഴയ്ക്കൊക്കെ മുമ്പേ ഞങ്ങൾ ഇത് ഇങ്ങോട്ട് മാറ്റിയിടാം, അടുത്ത സെറ്റ് ചെയ്ത് അവിടെ ഇടാം. വളരെ ആത്മാർത്ഥത കൂടുതലായിട്ട് ഇതേ ഇവിടെ ഒരാൾ വീശുന്ന കാണിച്ചു തരാം. വേണ്ടേ ഇവാനിയമോളും ഇഷാനിമോളും നേരത്തെ കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കാറിലും കുറച്ച് നേരം ഉറങ്ങി, അതുകൊണ്ട് അവർ ഫുൾ ആക്റ്റീവ് ആയിരുന്നു. ഇതെന്തോ ഈച്ചയാട്ടുവാന്ന്. ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു ഇഷാനി. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് വന്ന് പാർക്കിംഗ് എല്ലാം കിട്ടി, എല്ലാം സെറ്റപ്പൊക്കെ ചെയ്ത് തീയെല്ലാം പിടിപ്പിച്ചെടുത്ത് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇത് വെളുപ്പിന് 2:30 സമയത്ത് 3 മണി സമയത്തൊക്കെ ഇവിടെ കുക്കിംഗ് നടക്കും കേട്ടോ. ഇങ്ങനത്തെ ഗ്രില്ല് പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ കൂടുതൽ ആൾക്കാരും വരുന്നത് തന്നെ ഗ്രിൽ ചിക്കനൊക്കെ ഇവിടെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. കൂടുതലും ആൾക്കാർ അവധി ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഇത് തന്നെ കേട്ടോ. നമ്മളിവിടെ ഒരു ചെറിയ ടെൻറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ ഇവിടെ ഫുൾ അങ്ങ് ടെൻറ്റും കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. രാത്രി ഫുൾ എല്ലാവരും ഇവിടെ എൻജോയ്മെൻ്റ് ആണ്. രാവിലെയൊക്കെയാണ് പുലർച്ചെ സൂര്യോദയം എല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാവരും പോവാറ്. എന്താണ് പിന്നെയാണൊന്നുമില്ല, അതിന്റെ 2 പേരെടുക്കും. എല്ലാം കൂടെ നമുക്ക് മാത്രമുള്ളതാ. ചൂട് സാധനം അതിന്റെ മേളത്തിനൊക്കെ അല്ലല്ല, തിരിച്ചു ഫസ്റ്റ് ട്രിപ്പ് കുക്കിംഗ് അങ്ങനെ കഴിഞ്ഞു കേട്ടോ.
അടുത്ത ട്രിപ്പ് ഇതേ റെഡിയാക്കാൻ പോവാണ്. ലാസ്റ്റ് നമ്മൾ ഇറക്കുന്നതിന് മുമ്പ് ഒലീവ് ഓയിൽ ഒഴിച്ച ടൈമിലാണ് കേട്ടോ പുകച്ചിട്ടിലൊക്കെ കണ്ടത്. അത് കഴിഞ്ഞ് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടാണ് ഇറക്കിയത്. കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. ആകാൻ മാത്രം കൊടുത്താൽ മതി. ചെല്ലി ശനി. എങ്ങനെയുണ്ട് ഷാനി? ഇത് കൂടുതൽ വന്നാലേ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല. ഷാനി എന്താ നാക്ക് പുറത്തോട്ടിടുന്ന ഷാനി? അത് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അതാ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാ. ഇവിടെ പണിയുന്നതാണ്. ഗ്രിൽഡ് ചിക്കൻ അങ്ങനെ കഴിഞ്ഞു. അടുത്ത ബീഫ് ടിക്ക പ്രിപ്പറേഷനാണ് കേട്ടോ നടക്കാൻ പോകുന്നത്. ഇവിടെ ഇരുന്നോ? അതോ ഇല്ല കവർ കിടക്കുന്നുണ്ട്. ആ കവർ നല്ലതാണോ? അതോ അതിന്റെ പൊക്കത്തോട്ട് കയറിയിരുന്നോ? എന്തിനാ ഇച്ച സ്റ്റിക്ക് കൊടുക്കുന്നേ? ഓയേ എന്തിനാ സ്റ്റിക്ക് മോക്ക്? മോളത് വെക്കാനൊന്നും പോണ്ട. എരിയാടി വച്ചേ. മോള് കുത്തി അങ്ങനൊന്നും കേറത്തതും ഇല്ല. ചൂടോടെ വയ്ക്കാനാണോ? അവിടെ ഒരാൾ സ്റ്റിക്കും തിരക്കി നടക്കുന്നുണ്ട് ഇവിടെ. ഇതായിരിക്കുന്നടാ സ്റ്റിക്ക്. ഇതായിരിക്കുന്നു അപ്പായി എടുത്തുണ്ട്.
ആർക്കൊന്നും ഇല്ല ഇത്. കൊച്ചിന്. എല്ലാം കൊച്ചിന് ചോദിക്കുന്നു. മറ്റേ ഇവയുടെ കാര്യം ചോദിക്കുന്നത് കൊച്ചിനും. ഇവാമ ഉറങ്ങിപ്പോയി. ഇത് ചിക്കൻ അല്ല, ബീഫാ. ബീഫ്. ഞങ്ങളെല്ലാം ചിക്കൻ പറഞ്ഞേ കൊടുക്കത്തുള്ളൂ. തല മാറ്റി വെച്ചു. തലക്കടി കൊണ്ടിട്ട് ഒന്ന് വീശായിരുന്നു നമ്മളെ. കബാബിന്റെ ഭംഗി ഞാനൊന്ന് ആസ്വദിക്കണം. ക്യാമറ ഞാൻ എടുക്കട്ടെ. ഒരു പൊടി കൂടെ കഴിക്കാം. ഒരു പൊടി കൂടെ വേവിക്കണം. കുറച്ചുകൂടെ വേണം. കഴിച്ചോ. അതാ നിൽക്കുന്നു. ശനിക്ക് വേണോടാ. ശനിക്കുട്ടാ, ശനിക്കുട്ടാ, യു ഡോണ്ട് വാണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞങ്ങൾ സൂര്യോദയമൊക്കെ കണ്ട് രാവിലത്തെ മലയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത തവണ ഇടുന്നതായിരിക്കും. കുക്കിംഗ് ടൈമിൽ ഇവാനി ഈശാനിയൊക്കെ ഉണ്ടെങ്കിലും ഇവർക്കിതൊന്നും വേണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ബ്രെഡും പഴമൊക്കെ കൊണ്ടുവന്നായിരുന്നു. അവരതും കഴിച്ചിട്ട് ആ ടെൻറ്റിൽ കിടന്ന് കളിയായിരുന്നു. സൂര്യോദയം.